മാനത്തോടിരിക്കുന്ന മനുജ വിവേകഹീനനോ നീയെന്ന് മാനത്തോടിരിക്കുന്ന മനുജ വിവേകഹീനനോ നീയെന്ന് മരണം നിന്നെ മൂടിടുന്നുണ്ട് മരണം നിന്നെ മൂടിടുന്നുണ്ട് രക്ഷകനേശുവിൽ ആശ്രയിക്കാം രക്ഷകനേശുവിൽ വിശ്വസിക്കാം മരണം നിന്നെ മൂടിടുന്നുണ്ട് മരണം നിന്നെ മൂടിടുന്നുണ്ട് രക്ഷകനേശുവിൽ ആശ്രയിക്കാം രക്ഷകനേശുവിൽ വിശ്വസിക്കാം മാനത്തോടിരിക്കുന്ന മനുജ വിവേകഹീനനോ നീയെന്ന് ഭരിച്ചിടുന്നു പാപം മരണത്തിലേൽപ്പിക്കുന്നു പാപം മനുഷ്യരെ ഭരിച്ചിടുന്നു പാപം മരണത്തിലേൽപ്പിക്കുന്നു പാപത്തെ നീക്കുവാൻ മനുകുലത്തിൽ മാനവനേശു ക്രൂശിതനാ മാനവനേശു ക്രൂശിതനാ മാനത്തോടിരിക്കുന്ന മനുജ വിവേകഹീനനോ നീയെന്ന് നിന്റെ തിന്മയല്ല നല്ലവനാ ഇനി നീ ജീവിക്കുമോ നിന്റെ തിന്മയല്ല നല്ലവനാ ഇനി നീ ജീവിക്കുമോ നല്ലവനേശു വല്ലവനാ വന്നിടും വേഗം നിന്നെ ചേർത്തിടുവാൻ നല്ലവനേശു വല്ലവനാ വന്നിടും വേഗം നിന്നെ ചേർത്തിടുവാൻ വന്നിടും നിന്നെ ചേർത്തിടുവാൻ മാനത്തോടിരിക്കുന്ന മനുജ വിവേകഹീനനോ നീയെന്ന് മരണം നിന്നെ മൂടിടുന്നുണ്ട് മരണം നിന്നെ മൂടിടുന്നുണ്ട് രക്ഷകനേശുവിൽ ആശ്രയിക്കാം രക്ഷകനേശുവിൽ വിശ്വസിക്കാം മരണം നിന്നെ മൂടിടുന്നുണ്ട് മരണം നിന്നെ മൂടിടുന്നുണ്ട്
അവനേശ്വരി വിശ്വസിക്കാം. മാനത്തോടിരിക്കുന്ന മനുജ വിവേകഹീനോ നീ ഇന്ന്. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ നല്ലവരായ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി ഈ ദേശത്ത് കടന്നു വരുവാൻ ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, യേശു ക്രിസ്തുവിൽ കൂടെയുള്ളതായ അനുഗ്രഹവും വിടുതലിനെ കുറിച്ച് പാട്ടിൽ കൂടെയും മെസ്സേജിൽ കൂടെയും സംസാരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന സാവകാശത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സുവിശേഷം മുക്കിലെ മുലകളിൽ നിന്നുകൊണ്ട് പറയുന്നത്? ഇത് ഏതെങ്കിലും ചർച്ചിന്റെ ചുവരുകൾക്കുള്ളിനകത്ത് എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്റേതായ ശിഷ്യന്മാരോട് യേശുക്രിസ്തു ഇപ്രകാരമാണ് പറഞ്ഞത്: നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സകല സൃഷ്ടികളോടും സകല ജാതികളോടും സുവിശേഷം അറിയിക്കുവിൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സകല ജാതികളോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായത്, കാൽവരി ക്രൂശിൽ മരിച്ചത് സകല മനുഷ്യരുടെയും പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടി, പരിഹാരത്തിന് വേണ്ടിയാകുന്നു. സകല മനുഷ്യരും പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ, സകല മനുഷ്യർക്കും പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ, സകല മനുഷ്യരെയും അവരെ ദൈവത്തിന്റെ രാജ്യമായ സ്വർഗരാജ്യത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് സകല മനുഷ്യരും ഈ രക്ഷാ സന്ദേശം അറിയണം. കാരണം ഇത് അറിയാതെ പോയി കഴിഞ്ഞാൽ അവരുടെ നിത്യമായ ജീവിതം, അവരുടെ സ്വർഗീയമായിട്ടുള്ള ജീവിതം നഷ്ടമായി അവരെ നരകത്തീപ്പൊയ്കയിൽ അവരുടെ നിത്യമായിട്ടുള്ള ജീവിതം നയിക്കുവാനിടയായി തീരും. ഒരു വ്യക്തിയുടെ ആത്മാവ് പോലും നശിച്ച നരകത്തീപ്പൊയ്കയിൽ പോകുവാൻ ദൈവത്തിന് ആഗ്രഹമില്ല. ദൈവം സ്നേഹമാകുന്നതുകൊണ്ട് ഒരാൾ പോലും നരകത്തീപ്പൊയ്കയിലേക്ക് പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് മനുഷ്യന്റെ സൃഷ്ടാവായ ദൈവം തന്നെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി, മനുഷ്യന്റെ അകൃത്യങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമായി. ഈ സത്യം ലോകം മുഴുവൻ അറിയണം. അങ്ങനെ ലോകം മുഴുവനും ഉള്ള മനുഷ്യരുടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടണം, അവരുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടണം, അവരുടെ ആത്മാക്കൾ സ്വർഗരാജ്യത്തിൽ ചെന്നെത്തുവാനിടയായി തീരണം. ഇതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പോയി സകല ജാതികളോടും അറിയിക്കുവാനായിട്ട് പറയുവാനിടയായി തീർന്നത്. സുവിശേഷം എന്ന് പറയുന്നത് കേവലം മനുഷ്യന്റെ ഈ ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. സുവിശേഷം നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു അനേക രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ഭൂതഗ്രസ്തർക്ക് വിടുതൽ കൊടുത്തിട്ടുണ്ട്, മാനസികമായി ശാരീരികമായി പീഡ അനുഭവിക്കുന്ന അനേകർക്ക് വിടുതൽ കൊടുത്തുകൊണ്ടുമിരിക്കുന്നു. എന്നാൽ അത് മാത്രമല്ല സുവിശേഷം എന്നത് മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും മുഖ്യമായിട്ടും കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഇറങ്ങി വരുവാനിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് മറ്റ് പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും വേണ്ടിയിട്ട് ദൈവത്തെ ആശ്രയിക്കുന്നതായ ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അതവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്, ലഭിക്കാതെയും ഇരിക്കാം. എന്നാൽ സുവിശേഷത്തിന്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം, സുവിശേഷത്തിന്റെ ഏറ്റവും കാതലായ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയാണ്. സുവിശേഷത്തിന്റെ കാതലായിട്ടുള്ള വിഷയം. കാരണം യേശുക്രിസ്തു തന്നെ താൻ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശ്രോതാക്കളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ പ്രാണൻ നഷ്ടമായാൽ അവന് എന്താണ് പ്രയോജനം? പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും, നമ്മളെല്ലാവരും അധ്വാനിക്കുന്നവരാണ്. പല ആൾക്കാരും ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു, ചില ആൾക്കാർ സമ്പാദിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു. എന്നാൽ ഏത് മനുഷ്യനും അവൻ അധ്വാനിച്ച് മുഴു ലോകവും
ലോകത്തിലുള്ള സകല രാജ്യങ്ങളും സകല വസ്തുവകകളും അവന്റെ സ്വന്തമാക്കിയാലും മരണം അവനെ വന്ന് വിളിക്കുമ്പോൾ അവൻ പോയേ മതിയാകുകയുള്ളൂ. മരണം അവനെ വന്ന് വിളിക്കുമ്പോൾ അവൻ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കറിയാം, അവന്റെ ശരീരം ചിതയിലേക്കോ അല്ലെങ്കിൽ സെമിത്തേരിയിലേക്കോ എടുത്തുണ്ടോ, പക്ഷെ അവന്റെ ആത്മാവും പ്രാണനും എങ്ങോട്ട് പോകും? അതൊരു മുഖ്യമായ വിഷയമാണ്. കാരണം ഈ ശരീരം 70, 80 അല്ലെങ്കിൽ അങ്ങേറ്റം പോയ 100, 120 വർഷം ഈ ശരീരം ആയുസുണ്ട്. എന്നാൽ ആത്മാവിന്റെ ആയുസ് 100 കോടിയോ 1000 കോടിയോ 10,000 കോടിയോ വർഷങ്ങൾ കൊണ്ട് ആത്മാവിന്റെ ആയുസ് തീരുന്നില്ല. ആത്മാവിന് ഇല്ലാതെയാകുന്നില്ല, ആത്മാവ് നശിച്ചു പോകുന്നില്ല. ആത്മാവ് ഒന്നില്ലെങ്കിൽ ദൈവം ഒരുക്കിയ സ്വർഗത്തിലേക്ക് കടന്നു പോകണം, അല്ല എങ്കിൽ നരക തീപ്പൊയ്കയിലേക്ക് ആത്മാവ് മാറ്റപ്പെടണം. എന്നാൽ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും, ഒരു മനുഷ്യൻ സമ്പാദിച്ച് സർവ്വലോകത്തിന്റെ ഉടമസ്ഥനായി അവകാശിയായി തീർന്നാലും അവന്റെ ആത്മാവ്, അവന്റെ പ്രാണൻ നഷ്ടമായാൽ അവൻ എന്താണ് പ്രയോജനം? പിന്നീട് അവന് ഒരു നിമിഷം പോലും ഈ ഭൂമിയിലുള്ളത് അനുഭവിക്കുവാൻ, ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ സ്വീകരിക്കുവാൻ അവന് കഴിയുകയില്ല. അവന്റെ ആത്മാവ് മാറ്റപ്പെടണം. എന്നാൽ ഈ മാറ്റപ്പെടുന്ന ആത്മാവ് എങ്ങോട്ടാണ് കടന്നു പോകുന്നത്? മാറ്റപ്പെടുന്ന ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നതായ മനുഷ്യന്റെ ആത്മാവ് എങ്ങോട്ട് കടന്നു പോകും? മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ അനേക മതസ്ഥരായിട്ടുള്ളതായ വ്യക്തികൾ മരിച്ചു കഴിയുമ്പോൾ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി, മോക്ഷത്തിനു വേണ്ടി പല പല കർമ്മങ്ങൾ, പൂജകൾ, നേർച്ചകൾ, കാഴ്ചകൾ നടത്താറുണ്ട്. കാരണം ആത്മാവിന് ശാന്തി ലഭിക്കണം, ആത്മാവിന് മോക്ഷം ലഭിക്കണം. എന്നാൽ ദൈവത്തിന്റെ വചനമായ ബൈബിൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് പരിശോധിച്ചാൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: മനുഷ്യന്റെ ഏത് സൽപ്രവർത്തികളാണെങ്കിലും ദൈവത്തിന് മുമ്പാകെ കറപുരണ്ട തുണികൾ പോലെ മാത്രമത്രേ. ഒരു മനുഷ്യന്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ, ഒരു മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ ലോകത്തിലുള്ള സകല മനുഷ്യരും വിചാരിച്ചാലും നടക്കുകയില്ല. കാരണം ഒരാത്മാവിന്റെ വില അതിനേക്കാൾ വിലയേറിയതാണ്. മനുഷ്യന്റെ പുണ്യപ്രവൃത്തികൾ, നന്മപ്രവൃത്തികൾ, മനുഷ്യന്റേതായ സൽപ്രവൃത്തികൾ ആത്മാവിന്റെ രക്ഷയ്ക്ക് കാരണമായി തീരുകയില്ല എന്ന് ദൈവത്തിന്റെ വചനമായ ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നല്ല പ്രവൃത്തി കൊണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സൽപ്രവൃത്തികൾ കൊണ്ട് ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകാൻ കഴിയുമായിരുന്നുവെങ്കിൽ, ആത്മാവിന് മോക്ഷം കിട്ടാൻ കഴിയുമായിരുന്നുവെങ്കിൽ, സൃഷ്ടാവായ ദൈവത്തിന് മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുകയും മനുഷ്യന്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ യാഗമായി തീരുകയും ചെയ്യേണ്ടതായ ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഒരു മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട്, ഒരു മനുഷ്യന്റെ സൽപ്രവൃത്തികളോ നീതിപ്രവൃത്തികളോ പുണ്യപ്രവൃത്തികൾ, കർമ്മങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന് പോലും സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മനുഷ്യന്റെ സൃഷ്ടാവായ ദൈവം തന്നെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാനായിട്ടിടയായത്. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, അവന്റെ മരണശേഷമല്ല, അവൻ മരിക്കുന്നതിന് മുമ്പ് ഈ ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ അവന്റെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടിയുള്ളതായ വഴി അവൻ സ്വീകരിച്ചില്ല എങ്കിൽ അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീരും. യേശുക്രിസ്തു ഉള്ളിലുള്ളതായ ഒരാളിനെ കുറിച്ച് ഒരു പ്രത്യാശയുണ്ട്, ഒരു ധൈര്യമുണ്ട്. ആ വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിൽ ചെന്നെത്തും എന്നുള്ളതായ പ്രത്യാശയുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിയുടെ കർമ്മപ്രവൃത്തിയോ നീതിപ്രവൃത്തിയോ സൽപ്രവൃത്തിയോ കൊണ്ടല്ല ആ വ്യക്തി സ്വർഗത്തിൽ ചെന്നെത്തുന്നത്. മറിച്ച് ആ വ്യക്തിക്ക് പകരമായി, ഒരു പകരക്കാരനായി, മറുവിലയായി ആ വ്യക്തിയുടെ സൃഷ്ടാവായ ദൈവം കാൽവരി ക്രൂശിൽ കൊടുത്തതായ വിലയെ ഓർത്ത് ദൈവം ആ വ്യക്തിയുടെ പാപത്തെ കണക്കിടാതെ പാപത്തിനെ ശുദ്ധീകരിച്ച് ആ വ്യക്തിയുടെ ആത്മാവിനെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടിടയാവും. ഈ വാർത്തയാണ് സുവിശേഷം. ഒരു മനുഷ്യനും തന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നെ സകലതും ചെയ്തു തീർത്തു. മനുഷ്യന്റെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ദൈവം തന്നെ കാൽവരി ക്രൂശിൽ സകലതും പൂർത്തിയാക്കി. ഇനി ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ യാതൊന്നും ചെയ്യണ്ട, അവനൊറ്റ കാര്യം മാത്രം അനുസരിച്ചാൽ മതി. ദൈവം കാൽവരി ക്രൂശിൽ പൂർത്തിയാക്കിയത് വിശ്വസിച്ച് ആ രക്ഷയെ സ്വീകരിച്ചാൽ മാത്രം മതി. ആ രക്ഷയെ ഹൃദയത്തിൽ സ്വീകരിച്ച്, അർത്ഥാൽ രക്ഷകനായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, യേശുവിന്റെ കാൽവരി ക്രൂശിനെ അംഗീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പാപത്തെ ദൈവം യേശുവിൽ കണക്കിടുവാനിടയായി തീരും. ആ വ്യക്തിക്ക് പകരമായി യേശു മരിച്ചതായി ദൈവം കണക്കിടുവാനിടയായി തീരും. അതൊരു പകരമരണമായിരുന്നു പ്രിയപ്പെട്ടവരെ. കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തുവിന്റെ മരണം ഒരു മരണമായിരുന്നു. ഭൂമിയിലുള്ള മനുഷ്യർക്ക് പകരമായി, പാപികളായ മനുഷ്യർക്ക് പകരമായി, പാപമില്ലാത്തവനായ പരിശുദ്ധനായ
ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ വന്ന് കാൽവരി ക്രൂശിൽ യാഗമായ ആ പകരം മരണത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മരണശേഷം നിത്യജീവിതമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനമായ ബൈബിൾ വ്യക്തമായി പറയുന്നു. അർത്ഥാൽ അതിന്റെ അർത്ഥം ഞാനും നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ കോടതിയിൽ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി കെട്ടിവെക്കേണ്ടുന്ന തുക നമുക്കാർക്കും ആ തുക കൊടുത്തു വിട്ടാൻ കഴിയാതിരിക്കുമ്പോൾ ആ തുക എനിക്ക് പകരമായി നിങ്ങൾക്ക് പകരമായി കാൽവരി ക്രൂശിൽ യേശു ആ തുക ദൈവത്തിന്റെ ആ വില കൊടുത്തു വീട്ടുവാനിടയായി തീർന്നു. അതിനെയാണ് പകരം മരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്: എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും, അവർ മരണം കാണുകയില്ല. ഏത് മരണം കാണുകയില്ല? അവര് രണ്ടാം മരണം, അർത്ഥാൽ നിത്യമായ നരകം എന്ന് പറയുന്ന മരണത്തിൽ അവർ കാണേണ്ടി വരികയില്ല. അവരുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുവാനിടയായിത്തീരും. ഇതാണ് സന്ദേശ വാർത്ത. ഒരു മനുഷ്യൻ, നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ലക്ഷങ്ങൾ കോടികൾ രൂപ പൈസയുള്ള ആൾക്കാർ മുടക്കും. കാരണം ശരീരത്തിന് സൗഖ്യം കിട്ടാൻ വേണ്ടിയാണ്. ആ മനുഷ്യനെ വ്യക്തമായിട്ട് അറിയാം, എത്രയൊക്കെ കോടികൾ മുടക്കിയാലും എത്രക്കതായ പൈസയും സമയവും ചെലവഴിച്ചാലും ഈ ശരീരം ഒരു നാൾ മരിക്കേണ്ടി വരും, മരിക്കും. എത്രയൊക്കെ ശരീരത്തെ സൂക്ഷിച്ചാലും 70, 80 അല്ല 100 വർഷം കഴിയുമ്പോൾ ഈ ശരീരം മരിച്ച് മണ്ണോട് ചേരുമെന്ന് നമുക്കറിയാം. മരിച്ച് മണ്ണോട് ചേരുവാനായിട്ടുള്ളതായ മരണത്തിന് വേണ്ടിയുള്ളതായ ശരീരത്തിന് വേണ്ടി മനുഷ്യൻ എത്രമാത്രം കഷ്ടപ്പെടുന്നു, എത്രമാത്രം പൈസ ചെലവഴിക്കുന്നു, എത്രമാസം സമയങ്ങൾ വേർതിരിക്കുന്നു. എന്നാൽ ആ മനുഷ്യന്റെ ഉള്ളിലുള്ള ആത്മാവ് നിത്യമായ ജീവിതമുള്ളതായ മരണമില്ലാത്തതായ നശിച്ചു പോകാത്തതായ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ കരുതുന്നേയില്ല. ഇതൊരു ദുഃഖകരമായ കാര്യമാണ്. ഈ സത്യം മനസ്സിലാക്കുവാൻ യേശുക്രിസ്തു സുവിശേഷത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ആ ഉദാഹരണം ഇപ്രകാരമാണ്: ഒരു സ്ഥലത്ത് ധനികനായ കോടീശ്വരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന് ലോകത്താ ദൂരത്തോളം ഏക്കർ കണക്കിന്, കിലോമീറ്റർ കണക്കിന് പുഞ്ചപ്പാടങ്ങളും നെൽവയലുകളും ആ മനുഷ്യന്റെ വേറെതായ അനേക കൃഷിസ്ഥലങ്ങളും ഒത്തിരി ഉണ്ടായിരുന്നു. ഒരു വർഷം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആ മനുഷ്യൻ സ്വപ്നം കാണുന്നതിനെക്കാട്ടിലും ഉപരിയായി ആ മനുഷ്യന്റെ വിളവുകളെല്ലാം വിളയുവാനിടയായി തീർന്നു. ആ മനുഷ്യന്റെ ആ വിളവുകൾ, ആ വർഷത്തെ വിളവുകൾ കണ്ടപ്പോൾ ആ മനുഷ്യന് കാര്യം മനസ്സിലായി: ഈ വർഷം വലിയൊരു വിളവുണ്ടായിരിക്കുന്നു. പക്ഷേ തനിക്ക് അനേക ഗോഡവണുകൾ സ്വന്തമായിട്ടുണ്ട്. പക്ഷെ ആ മനുഷ്യന് കാര്യം മനസ്സിലായി: എന്റെ ഗോഡവണുകൾക്കകത്തൊന്നും കൊള്ളാൻ കഴിയുന്നതിനെക്കാട്ടിൽ അപ്പുറമായുള്ള വിളവാണ് ഈ വർഷം കിട്ടിയിരിക്കുന്നത്. ആ മനുഷ്യൻ ചിന്തിച്ചു, ഈ വിളവെല്ലാം ഞാൻ എവിടെ സൂക്ഷിക്കും? ആ മനുഷ്യൻ ചെയ്ത കാര്യം, ആ മനുഷ്യൻ ആ പഴയ ഗോഡവണുകളെല്ലാം പൊളിച്ച് അതിന്റെ സ്ഥാനത്ത് വലിയ വലിയ ഗോഡവണുകൾ പണിതു. അനേക ഗോഡവണുകൾ, വലിയതായ ഗോഡവണുകൾ പണിതായ ആ മനുഷ്യൻ ആ വർഷം കിട്ടിയ വിളവുകളെല്ലാം തന്റെ വിശാലമായ അനേക ഗോഡവണുകളിൽ നിറച്ചു വെക്കുവാനിടയായി തീർന്നു. ആ മനുഷ്യന് വലിയ സന്തോഷം. കാരണം അനേക വർഷത്തേക്ക് ഇനി ഒരു ജോലിയും ചെയ്തില്ലെങ്കിലും അനേക തലമുറകൾക്ക് ജീവിക്കുവാൻ ആവശ്യമായ സ്വത്തുക്കൾ മുഴുവനും എന്റെ ഗോഡവണുകൾ നിറഞ്ഞു കഴിഞ്ഞു. ആ മനുഷ്യന് വലിയ സന്തോഷം. അദ്ദേഹം തിന്നുകുടിച്ച് ആനന്ദിച്ചു സന്തോഷിച്ചു. അനേകം ആൾക്കാർ ആ മനുഷ്യന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു കാണും: നീ ഭാഗ്യവാനാണ്, നിനക്ക് ദൈവത്തിന്റെ വലിയ കൃപയുണ്ട്, നീ ഭാഗ്യവാനാണ്, ഈ വർഷം വലിയ വിളവാണല്ലോ ദൈവം നിനക്ക് തന്നിരിക്കുന്നതെന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞു കാണും. ആ മനുഷ്യൻ ഇങ്ങനെയാണ് യേശു പറഞ്ഞത്. തന്നോട് തന്നെ പറഞ്ഞു: അനേക സംവത്സരത്തേക്ക് വേണ്ടുന്ന വസ്തുവകകൾ ഞാൻ സ്വരൂപിച്ചു വെച്ചു, ഇനി തിന്നുകുടിച്ച് ആനന്ദിച്ചാൽ മാത്രം മതി എന്ന് ചിന്തിച്ച് ആ മനുഷ്യൻ തന്നോട് തന്നെ പറഞ്ഞു ചിന്തിക്കുവാനിടയായി. ആ സന്തോഷത്തോടുകൂടി ആ മനുഷ്യൻ ആ രാത്രി കിടന്നുറങ്ങുകയാകുമ്പോൾ ആ മനുഷ്യൻ ഇഷ്ടപ്പെടാത്തതായ, കേൾക്കാൻ ആഗ്രഹിക്കാത്തതായ ഒരു അശരീരി ശബ്ദം ആ മനുഷ്യന്റെ വീട്ടിൽ അന്ന് രാത്രി മുഴങ്ങുവാനിടയായി തീർന്നു. ആ മനുഷ്യൻ കിടക്കയിലായിരുന്ന സമയത്ത് മുകളിൽ നിന്നും ഒരു അശരീരി ശബ്ദം കേട്ടു: മനുഷ്യ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ നിന്നിൽ നിന്നും എടുക്കാൻ പോകുകയാണ്. നീ ഒരുക്കി വെച്ചിരിക്കുന്നതെല്ലാം ആരാണ് അനുഭവിക്കുവാൻ പോകുന്നത്? യേശുക്രിസ്തു അതിനുശേഷം പറയാണ്: ആത്മീയ വിഷയമായി സമ്പന്നനാകാത്തവന്റെ ഗതിയെല്ലാം ഇതുപോലെയാകും. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ തന്റെ ശരീരത്തിന് വേണ്ടി ചിന്തിച്ചു. ആ മനുഷ്യൻ തന്റെ ശരീരത്തിന് വേണ്ടി അധ്വാനിച്ചു. ആ മനുഷ്യന്റെ ശരീരം നിലനിർത്തുവാൻ, തന്റെ തലമുറകളുടെ ശരീരം നിലനിർത്തുവാൻ അനേക വർഷങ്ങൾ ആ മനുഷ്യന്റെ തലമുറകൾ ജീവിക്കുവാൻ ആവശ്യമായ സ്വത്തുക്കൾ മുഴുവനും ആ മനുഷ്യന്റെ വീട്ടിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നു. പക്ഷെ ആ മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തിക്കുവാൻ ആ മനുഷ്യൻ മറന്നുപോയി. ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി, ആത്മാവിന്റെ നിത്യജീവന് വേണ്ടി ചിന്തിക്കുവാൻ ആ മനുഷ്യൻ മറന്നുപോയ
സത്യം ഇന്ന് നമ്മൾ അനേകരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരീരത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, ശരീരത്തിന് വേണ്ടി സമയം വളരെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശരീരം സുഖത്തോടെ ഇരിക്കുവാൻ, ആരോഗ്യത്തോടെ ഇരിക്കുവാൻ, സൗന്ദര്യത്തോടെ ഇരിക്കുവാൻ ലക്ഷ്യങ്ങൾ മുടക്കുന്നുണ്ട്, അനേക സമയങ്ങൾ ചെലവഴിക്കുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് നാം ചിന്തിക്കുന്നില്ല എങ്കിൽ ആ മനുഷ്യന് വന്നതായ ഗതി തന്നെ നമുക്കും വന്ന് ഭവിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തു മുന്നറിയിപ്പ് തരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഒന്ന് ചിന്തിക്കുക. ഇന്ന് രാത്രി ഇന്ന് പകൽ നമ്മുടെ ആത്മാവിനെ ദൈവം നമ്മളിൽ നിന്ന് ചോദിച്ചാൽ നമ്മുടെ നിത്യത നമ്മൾ എവിടെയാണ് ചെലവഴിക്കുന്നത്? എന്റെ ആത്മാവ് എങ്ങോട്ട് പോകും? എന്റെ നിത്യത ഞാൻ എവിടെ ചെലവഴിക്കും? പ്രിയമുള്ളവരെ, ഒരു കാര്യം ശ്രദ്ധിക്കണമേ. മരണത്തിൽ നമ്മുടെ കൂടെ വരുവാൻ നമ്മളെ കൈപിടിച്ചിറങ്ങിയതായ സ്വന്തം ഭർത്താവോ സ്വന്തം ഭാര്യയോ മരണത്തിൽ നമ്മുടെ കൂടെ വരാൻ കഴിയുകയില്ല. മരണത്തിൽ കൂടെ വരുവാൻ മുൻപ് പ്രസവിച്ചതായ മക്കൾ കൂടെ കാണുകയില്ല, ജന്മം കൊടുത്തതായ മക്കൾ കൂടെ കാണുകയില്ല. മരണത്തിൽ നമ്മുടെ കൂടെ വരുവാൻ സ്വന്തക്കാരോ ബന്ധുക്കാരോ സ്നേഹിതരോ ആരും കൂടെ കാണുകയില്ല. മരണത്തിനപ്പുറമായി പോകുവാൻ നമുക്കറിയാം. മരണശേഷം അവസാനമായി ബന്ധുക്കൾ കുറച്ചുനേരം കരയും. അവസാനമായി ശവപ്പെട്ടിയുടെ പുറത്ത് അല്പം മണ്ണ് വാരിയിടും. തിരിച്ചവരെ ഭവനത്തിലേക്ക് കടന്നുപോകും. നാം ഏകനായി നമ്മളെ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു പോകണം. എന്നാൽ മരണത്തിനപ്പുറം കൂടെ ഇരിക്കുവാൻ കഴിയുന്ന ഒരാളുണ്ട് എങ്കിൽ അത് വേറെ ആരുമല്ല, സൃഷ്ടാവായ ആത്മാവായ യേശു ക്രിസ്തു തന്നെ മാത്രമേ മരണത്തിനപ്പുറം കൂടെ ഇരിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. പിന്നെ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, എന്നേക്കും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചതായ ഒരു വ്യക്തിയാണ് എങ്കിൽ ഞങ്ങളുടെ ആത്മാവിനെ കർത്താവായ യേശു ക്രിസ്തു താൻ ഇരിക്കുന്നതായ തന്റെ സ്വർഗീയ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ താൻ പിന്നെയും കടന്നു വരുമെന്ന് വാക്ക് പറഞ്ഞിട്ടാണ് കർത്താവ് കടന്നുപോയത്. യേശുവിൽ വിശ്വസിച്ച് മരിച്ചതായ ഒരു വ്യക്തിക്ക് പ്രത്യാശയുള്ളത്, ഇന്ന് ഞങ്ങൾ മരണം വഴി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും നാളെ ഇന്ന് തന്നെ ഞങ്ങളുടെ ആത്മാവ് യേശുവിനോട് കൂടെ ആയിരിക്കും. ആ ഒരു ധൈര്യവും ഒരു ഉറപ്പും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുണ്ട്. ഈ സത്യമാണ് സുവിശേഷത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനോട് ക്രൂശിച്ചതായ ഒരു പെരുങ്കള്ളൻ അവൻ യേശു ക്രിസ്തുവിനോട് അവസാന നിമിഷം മരണത്തിൽ തൊട്ടുമുണ്ട് യേശുവിനോട് യാചിക്കുന്ന ഒരു യാചന ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ കള്ളൻ മരിക്കാൻ വേണ്ടി പോവുകയാണ്, ക്രൂശിൽ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി ആ കള്ളൻ യേശുവിന് നേരെ തിരിഞ്ഞ് അവസാനം യേശുവോട് പറഞ്ഞു, യേശുവേ, നീ രാജാവായി രണ്ടാമതും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയോ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് യേശുവിനെ രക്ഷകനായി രാജാവായി കർത്താവായി താൻ അംഗീകരിച്ചു. ആ ലാസ്റ്റ് നിമിഷം യേശു അവന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അവനോട് ഇപ്രകാരം പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പർദീസയിലായിരിക്കുമെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ആ കള്ളന്റെ ശവശരീരം സെമിത്തേരിയിലേക്ക് എടുത്തുകൊണ്ടുപോയി. പക്ഷെ അവന്റെ ആത്മാവിനെ ആർക്കും തൊടാൻ കഴിഞ്ഞില്ല. അവന്റെ ആത്മാവ് യേശു ക്രിസ്തുവിനോട് കൂടെ പർദീസ എന്ന് പറയുന്നതായ സ്വർഗീയ പർദീസയിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ആ ഒരു പ്രത്യാശയുണ്ട്, ഒരു ധൈര്യമുണ്ട്. മരണം മാറി വിളിച്ചാലും ഒരു ധൈര്യമുണ്ട്. മരണം മുമ്പിൽ വന്ന് നിന്നാലും അവർക്കറിയാം, ഇന്ന് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടി ഞങ്ങളുടെ ആത്മാവ് നിത്യമായ സ്വർഗരാജ്യത്തിൽ കർത്താവായ തന്റെ സൃഷ്ടാവായ ദൈവത്തോടുകൂടി ആയിരിക്കുമെന്നുള്ളതായ ഒരു ഉറപ്പ് ആ വ്യക്തിക്കുണ്ട്. ഞങ്ങളെ കേൾക്കുന്നതായ പ്രിയ സ്നേഹിതരെ, പ്രിയായ വ്യക്തികളെ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയായിരിക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ആ ഉറപ്പില്ല എങ്കിൽ ഇതാകുന്ന സുപ്രസാദ സമയം, ഇതാകുന്ന രക്ഷാദിവസം. ഈ സമയം നഷ്ടമാക്കി കളയാതെ, ഈ സന്ദേശം നഷ്ടമാക്കി കളയാതെ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷകനായ, നിങ്ങളുടെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി, നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിലെ യാഗമായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തെ അംഗീകരിച്ചുകൊണ്ട് യേശുവിനെ രക്ഷകനായ കർത്താവായ രാജാവായ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനായി ജീവിക്കുമെങ്കിൽ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ, മോക്ഷം കിട്ടുവാനിടയായി തീരും. അതുകൊണ്ട് ഈ രക്ഷ നഷ്ടപ്പെടുത്തി കളയാതെ, ഈ സമയം നഷ്ടപ്പെടുത്തി കളയാതെ നിങ്ങളുടെ രക്ഷകനായ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് സത്യം മനസ്സിലാക്കി ഒരു ദൈവവേദനായി ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഈ ദേശത്തിനായ ദേശനിവാസികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ടതായ സന്ദേശം ദേശനിവാസികൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ആരെങ്കിലും രക്ഷ യേശുവിൽ കൂടെയുള്ള രക്ഷ കണ്ടിട്ടുണ്ട് ഇല്ല എങ്കിൽ രക്ഷകനായ യേശുവിനെ തിരിച്ചറിയുവാൻ
അവരുടെ ഹൃദയങ്ങളെ തുറക്കുമാറാകണം. ദേശത്തെ ദേശനിവാസികളെ ഞങ്ങൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തു